നമസ്കാരമുണ്ട്. ഡിബേറ്റ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളൊരു വീഡിയോ ശകലം കണ്ടില്ലേ നമ്മുടെ പ്രേക്ഷകരെ? അതിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒരു ട്രാഫിക്കാണ്, ഒരു നല്ല മനോഹരമായ റോഡ്, രണ്ട് നല്ല റോഡുകളാണ്. ഒരു സൈഡ് അങ്ങോട്ട് പോകാനും ഒരു സൈഡ് ഇങ്ങോട്ട് വരാനും. അപ്പോൾ ഒരു സൈഡ് ചെറുതായ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, മറുവശത്ത് അത്രത്തോളം ട്രാഫിക് ഇല്ല. അപ്പോൾ നമ്മുടെ യാത്രക്കാർ, പ്രത്യേകിച്ച് ടൂ വീലർ യാത്രക്കാർ, ഇങ്ങോട്ട് വരാനുള്ള വഴിയിൽ കൂടി കയറി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. വരിയായി ടൂ വീലേഴ്സ് പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? എന്തൊരു അപകട സാധ്യത നിറഞ്ഞതാണ് അവരുടെ യാത്ര എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലെയുള്ള നമ്മൾ യാത്ര ചെയ്യുന്ന വേളകളിൽ നിങ്ങൾ ധാരാളം കണ്ടു കാണും. ഒരു വർഷത്തിലെ ഏതാണ്ട് ഇന്ത്യയിലൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5 ലക്ഷം അപകടങ്ങൾ ഒരു വർഷം നടക്കുന്നുണ്ടെന്നാണ്. അതിലേതാണ്ട് 1.87 ഏതാണ്ട് 2 ലക്ഷം മരണങ്ങൾ തന്നെ ഇന്ത്യയിൽ സംഭവിക്കുന്നു ഈ റോഡ് അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു കാരണത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ കഥ എടുത്തോളൂ. കേരളത്തിൽ ഏതാണ്ട് ഒരു 50,000 ആക്സിഡൻറ്റ് ഒരു വർഷം നടക്കുന്നുണ്ട്. അതിൽ 3,800 പേർ മരണപ്പെടുന്നുണ്ട്, 56,000-ഓളം പേർക്ക് പരിക്ക് പറ്റുന്നുണ്ട്. അതായത് ഒരു ദിവസം 135 ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, 10ഓളം പേർ ഏതാണ്ട് മരണപ്പെടുന്നു ദിവസവും എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ കേട്ടോ. നമ്മുടെ റോഡുകളൊക്കെ നല്ല തോതിൽ മെച്ചപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അതിവേഗതയാണ്. ഒരുവിധം വണ്ടികളൊക്കെ 100 km/h കുറഞ്ഞ് ഓടിക്കുന്നേയില്ല. ചെറുപ്പക്കാരുടെ കാര്യമൊന്നും പറയേ വേണ്ട, ഒരു അന്തം മുട്ട പോക്കാണ്. ഇനിയിപ്പോൾ ഈ പൂക്കിക്കാലം കൂടെ വന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെ മോഡിഫിക്കേഷനോ എന്തൊക്കെ വരുമെന്ന് പറയുന്നു. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ അടിക്കാം, ഇഷ്ടമുള്ള ലൈറ്റ് അടിക്കാം. അപ്പോൾ ഉണ്ടാകുന്ന റോഡ് ആക്സിഡൻറ്റിലൊക്കെ ഉണ്ടാവാൻ പോകുന്ന എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു കാരണമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ട്രാഫിക് തെറ്റിയിട്ട് അവനവനെ അനുവദിച്ച പാതയിലൂടെ അല്ലാതെ, ട്രാക്കിലൂടെ അല്ലാതെ ഈ ടൂ വീലേഴ്സ് ഓടിച്ചു പോകുന്നൊരു കാഴ്ച നിങ്ങൾ കണ്ടില്ലേ? ഒരു ലഗാനും ഇല്ലാതെ ഇഷ്ടം പോലെ തോന്നിയ പോലെ ഒരു ട്രാഫിക് റൂളും അനുസരിക്കാതെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഓടിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പാലക്കാട്, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ ദിവസവും നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്നൊക്കെ സ്റ്റഡി ചെയ്യേണ്ട കാര്യമാണ്. എന്തെങ്കിലും റോഡുകളുടെ പ്രത്യേകതയാണോ, അതോ അവിടുത്തെ ഡ്രൈവർമാരുടെ റാഷ് ഡ്രൈവിംഗ് ആണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്നൊക്കെ, അത് അവിടുത്തെ മനുഷ്യരുടെ സ്വഭാവമാണോ, ഇതൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു വസ്തുതയാണ്. ഇന്ത്യയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു വർഷത്തിൽ 2 ലക്ഷം പേർ റോഡപകടങ്ങളിൽ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതിൻ്റെ കാരണങ്ങൾ ഇത്തരത്തിലുള്ള ചില ട്രാഫിക് റൂൾസ് വയലേഷനാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ ഇത്തിരി സ്ട്രിക്റ്റായിട്ട് നമ്മുടെ മുൻ ഗതാഗത മന്ത്രി ഗണേശനൊക്കെ ഇറങ്ങി പുറപ്പെട്ട വലിയ തോതിൽ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും വലിയ തോതിൽ അദ്ദേഹത്തെ വിമർശിക്കുകയൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ ട്രാഫിക് റൂൾസും നിയമങ്ങളും ഒക്കെ പഠിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളും ഇന്ന് ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതാത് നിയമപ്രകാരം റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ അപകടങ്ങളുടെ തോത് വളരെ വളരെ കുറയും. വളരെ ചെറിയ തോതിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മുടെ കയ്യിലുള്ളതല്ല. അവനവൻ വിചാരിച്ചാൽ പോലും, അവനവൻ നന്നായി ഓടിച്ചാൽ പോലും ഓപ്പോസിറ്റുള്ള വണ്ടി ഓടിച്ചു വരുന്ന ആളും കൂടെ അതെല്ലാം അനുസരിച്ചാൽ മാത്രമേ അപകടങ്ങൾ തീർത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കാഴ്ചകളൊക്കെ നമ്മളെ വളരെ 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 വേദനിപ്പിക്കുന്നതാണ്, വളരെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനൊക്കെ ആരാണ് കടിഞ്ഞാണിടുക എന്നറിയില്ല. AI ക്യാമറ വെച്ചിട്ടുണ്ട്, പോലീസുകാരുണ്ട്, എല്ലാം ഉണ്ട്, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്നാലും ഇതിനൊന്നും ഒരു കുറവും സംഭവിക്കുന്നില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ ചില സജഷൻ ഉണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിയമം കർശനമാക്കണോ, AI ക്യാമറയിലെ ഫൈൻ കൂട്ടണോ, അതോ സ്വയം നിയന്ത്രണം വരുത്തണോ, ഇതെല്ലാം ആരാണ് ഇവിടെ നിശ്ചയിക്കേണ്ടത്, എന്ത് നിയമമാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവരും ഒരുവിധം വണ്ടിയില്ലാത്ത ആരും ഉണ്ടാവില്ല. കൊറോണ കാലം കഴിഞ്ഞ പിന്നെ ഒരുവിധ ആൾക്കാരെല്ലാം സ്വയം വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങിയൊരു ശീലത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ബസ് ചാർജ് വർധനയും പ്രിയദർശിനിയിലെ സൗജന്യ യാത്രയും സ്വകാര്യ ബസ്സുകാരൊക്കെ അത് വേവലാതിപ്പെടുന്നുണ്ട്. കൊറോണ കഴിഞ്ഞപ്പോൾ അവരുടെ കളക്ഷനെ കുറഞ്ഞു. ഇപ്പോൾ ഈ പ്രിയദർശിനിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അന്നം കൂടെ മുട്ടിക്കഴിഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ അവരുടെ പരാതിയും പരിഭവമൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഈ ട്രാഫിക് തെറ്റിച്ച് വണ്ടി ഓടിക്കുകയും അങ്ങനെ ഒരു
ദുശ്ശീലങ്ങളുടെ ഒരു നാടായിട്ട് നമ്മുടെ രാജ്യവും നമ്മുടെ കേരളവും മാറുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിൽ തന്നെ കഥയെടുത്താൽ തമിഴ്നാട്ടിൽ അത്ര ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഒരു വർഷത്തിൽ നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വല്ല അഭിപ്രായമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇത്തരം ഇൻഫോർമേറ്റീവായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ കൂടിയാണ്.